ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസ്റ്റിക് ഇനേബിളേഴ്സിനെ കുറിച്ചാണ്. നാർസിസ്റ്റുകൾക്ക് വളം വെച്ച് കൊടുക്കുന്ന ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അതിന് ചുറ്റും ഇതുപോലെ ഒരു നാർസിസ്റ്റിന് അവരുടെ നാർസിസ്റ്റിക് ബിഹേവിയേഴ്സിനെ ഇനേബിൾ ചെയ്ത് വെക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അതൊരു നാർസിസ്റ്റും വിക്ടിമും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല ആകുന്നത്, അതിന് ചുറ്റും ഇതുപോലെ ഇനേബിളേഴ്സായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മുടെ പാരൻസ് ആയിരിക്കാം, അത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചുറ്റുമുള്ള നാട്ടുകാരായിരിക്കാം, വീട്ടുകാരായിരിക്കാം, സമൂഹമായിരിക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ ഇനേബിളേഴ്സായിട്ട് മാറാറിട്ട് അത്തരത്തിലുള്ള ഇനേബിളേഴ്സ് കാരണം നാർസിസ്റ്റിന് ഒരുപാട് സപ്ലൈ അതിൽ നിന്നും കിട്ടുകയും അവരുടെ ആ ഒരു ബിഹേവിയേഴ്സ് കണ്ടിന്യൂ ചെയ്യാനും കൺസിസ്റ്റൻ്റായിട്ട് ആ ബിഹേവിയേഴ്സ് വിക്ടിമിനെതിരെ ഉപയോഗിക്കാനും ഒക്കെ ഈ നാർസിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഈ ഒരു ഇനേബിളേഴ്സിൻ്റെ ഈ ഒരു ഇനേബിളിങ് സ്വഭാവം അല്ലെങ്കിൽ ഇനേബിളേഴ്സിൻ്റെ ഇടപെടൽ പലപ്പോഴും വിക്ടിമിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. നാർസിസ്റ്റിക് റിലേഷൻഷിപ്പുകളിൽ നാർസിസ്റ്റുകൾക്ക് അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ നമുക്ക് നാർസിസ്റ്റിക് ഇനേബിളേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം, അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ നമുക്ക് ബ്രേക്ക് ഫ്രീ ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ ഇനേബിളേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുള്ള പോലെ തന്നെ ഒരു നാർസിസ്റ്റിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ റീൻഫോഴ്സ് ചെയ്യുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വിക്ടിം അവരുടെ ബുദ്ധിമുട്ടുകൾ വന്ന് പറയുമ്പോൾ ഈ നാർസിസ്റ്റിൻ്റെ ബിഹേവിയർ സ്വാഭാവികമാണ്, സാധാരണമാണ്, അത് എല്ലാവരും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആ റിലേഷൻഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ തലയിൽ കൂടുതൽ വെയിറ്റിട്ട് എടുത്ത് വെച്ച് തരുന്ന ആൾക്കാരാണ് ഈ ഇനേബിളേഴ്സ് എന്ന് പറയുന്നത്. ഇനേബിളേഴ്സിൽ സാധാരണ കണ്ടുവരുന്ന ഒരു സ്വഭാവവിശേഷമാണ് ഈ കോഡിപെൻഡൻസി എന്ന് പറയുന്നത്. കോഡിപെൻഡൻസി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സമൂഹത്തിലെല്ലാവരെയും ശാന്തമാക്കി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും പ്ലീസ് ചെയ്ത് നിർത്തിക്കൊണ്ട് പീപ്പിൾ പ്ലീസറായിട്ട് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ശാന്തമാക്കി നിർത്താനുള്ള ആ ഒരു ഇവരുടെ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയറിനെയാണ് ശരിക്കും കോഡിപെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോഡിപെൻഡൻസി ഉള്ളവരെപ്പോഴും അവർക്ക് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും അവരുടെ ഈ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാനും ഒക്കെ എപ്പോഴും ഭയങ്കര ആഗ്രഹമുള്ളവരായിരിക്കും. അവരുടെ ഒരു നീഡാണത്. അപ്പോൾ അവർക്കത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനടുത്ത് പറയുകയാണ് ഈ നാർസിസ്റ്റിക് അബ്യൂസിനുള്ള പ്രശ്നങ്ങൾ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഇനേബിളറായിട്ടുള്ള ആൾ, നാർസിസ്റ്റിക് ഇനേബിളർ ആയിട്ടുള്ള ആൾ പറയും അത് അയാളുടെ സ്വഭാവം അങ്ങനെയല്ലേ, അല്ലെങ്കിൽ അയാൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും, അയാൾ മാറ്റം വരുമായിരിക്കും, കുറച്ചുകാലം കൂടെ നമുക്ക് നോക്കാം, ഇനി കുറച്ചുകൂടെ സമയം കൂടെ അയാൾക്ക് മാറ്റം വരും അയാൾക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉള്ളതാണ്, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അത് ഒന്നും വലിയൊരു കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഇനേബിളേഴ്സ് എപ്പോഴും നമ്മളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് ഈ കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ് എന്നുള്ള രീതിയിൽ പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നവരാണ്. അവർ പീപ്പിൾ പ്ലീസേഴ്സായിട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ അവരോട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഇത് തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇനേബിളേഴ്സിൽ പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ചുറ്റുമുള്ള മിക്കവരിലും ഈ ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് കാണാനായിട്ട് പറ്റും. ഒരു സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും, വളരെയധികം പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഇനേബിളേഴ്സായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും നമുക്ക് ചുറ്റുമുള്ള നാട്ടുകാരും നമ്മുടെ വീട്ടുകാരും ഒക്കെ തന്നെ പൊതുവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇവർക്കെതിരെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു ഹസ്ബൻഡ് ആണെന്നിരിക്കട്ടെ, അയാളുടെ അബ്യൂസ് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വയ്ക്കുക, നിങ്ങൾ പറയുന്നത് പോലും ചിലപ്പോൾ അവർ ചെവിക്കൊള്ളണമെന്നില്ല. അത് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ശരിക്കും ഉണ്ടാകുന്നുണ്ടെന്ന് അറിഞ്ഞാലും അൺഇൻറ്റൻഷനലി അവർ ഈ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിനെ തൃപ്തിപ്പെടുത്തുക, നാട്ടുകാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ തന്നെ എപ്പോഴും നിങ്ങളെ ഇതിനകത്ത് കിടക്കാൻ തന്നെ ഈ പറയുന്ന പോലെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. മനഃപൂർവ്വമാണോന്നില്ല, പക്ഷേ അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു തരത്തിൽ നമുക്കൊരു നിങ്ങളൊരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോവുകയാണ്, അങ്ങനെ ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിലും എത്രത്തോളം ഈ ഭീകര പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ച് എന്ന് പറഞ്ഞാലും അവർ പ്രോപ്പറായിട്ട് നിങ്ങളോട് ലിസൺ ചെയ്യണം എന്നുപോലുമില്ല, അവർ ഒരു ആക്റ്റീവ് ലിസണിങ് പോലും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന പോലെ വിക്ടിമായിക്കപ്പെടുന്ന ആളിന് സ്വന്തമായിട്ട് മുമ്പോട്ട് വന്നൊരു ലീഗൽ ഹെൽപ്പ് എടുക്കാൻ അല്ലെങ്കിൽ ലീഗൽ നടപടി എടുക്കാൻ, സ്വന്തമായിട്ട് ഹെൽപ്പ് എടുക്കാൻ, തെറാപ്പി എടുക്കാൻ ഒക്കെ മുമ്പോട്ട് വന്നത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ ഒറ്റയ്ക്ക് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.
ചുറ്റുമുള്ള ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ചുറ്റുമുള്ള എല്ലാവരും ഇനേബിളേഴ്സായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അപ്പോൾ അവരെപ്പോഴും നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനമൊന്നും പുറത്ത് നാണം കേടൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാസ്ലേറ്റ് ചെയ്യുകയും നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുകയും ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിക്ടിം ബ്ലെയിമിങ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സും ഇത്തരത്തിലുള്ള ഇമോഷണൽ അബ്യൂസും ഫിസിക്കൽ അബ്യൂസും ഒക്കെ അനുഭവിച്ചിട്ടിരിക്കുമ്പോൾ നിങ്ങളെ വീണ്ടും വന്നിട്ട് വിക്ടിം ബ്ലെയിം ചെയ്യാൻ തുടങ്ങും ഈ ഇനേബിളേഴ്സ്. അപ്പോൾ അവർ പറയും, നീയാണ്, നിനക്ക് അങ്ങനെ ഒരു കുഴപ്പമുള്ളതുകൊണ്ടല്ലേ അയാൾ അങ്ങനെ ചെയ്തത്, നിനക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്, നിനക്ക് അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ വരുന്നതാണ്, പണ്ട് മുതലേ നിനക്ക് ഈ ഇതൊക്കെ പറയാറുണ്ടല്ലോ, നീ ഇത്തരം തോന്നലുകളൊക്കെ പറയാറുണ്ടല്ലോ, അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ, അല്ലാതെ അവർ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, എല്ലാവരുടെ അടുത്തും നടക്കുന്ന കാര്യമാണ് എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ അബാൻഡൻമെൻറ്റ് ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടി, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള പേടി കാരണം ഇനേബിളേഴ്സ് പലപ്പോഴും ഇത്തരത്തിൽ നാർസിസിസ്റ്റിക് അബ്യൂസ് നേരിട്ടവരെ കൂടെ നിൽക്കാതെയും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനേബിളേഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊരു ഇനേബിളർ ആവണമെന്നില്ല, നിങ്ങൾ തന്നെ ഇതുപോലെ ഇനേബിളറായിട്ട് മാറാറുണ്ട്. നിങ്ങൾ സ്വയം തന്നെ നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും നിങ്ങൾ സ്വയം തന്നെ ഈ നാർസിസിസ്റ്റിനെ ഇനേബിൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറാൻ തുടങ്ങുമോ, നാളെ ഇയാൾ ചേഞ്ച് ആവുമായിരിക്കും, മറ്റന്നാൾ ഇയാൾ ചേഞ്ച് ആവുമായിരിക്കും, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇയാൾ ചേഞ്ച് ആവുമായിരിക്കും, ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. പലപ്പോഴും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ ആണ് ഒരു നാർസിസ്റ്റിക് അബ്യൂസറായിട്ടുള്ള ഒരു നാർസിസ്റ്റായിട്ടുള്ള ഒരു ഭർത്താവിൻ്റെ ഭാര്യയായിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും BPD ഉള്ള ആൾക്കാർ ഈ നാർസിസിസ്റ്റിൻ്റെ ഇത്തരത്തിലുള്ള ബിഹേവിയറെ എന്നെ വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരെപ്പോഴും അവർ തന്നെ ഇതിന് വിക്ടിമാവുന്ന സിറ്റുവേഷൻ ഉണ്ടായാലും പലപ്പോഴും അവർ തന്നെ ഓൺ എ ഡെയിലി ബേസിസ് ഇതിൻ്റെ വിക്ടിമാക്കപ്പെടുകയും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാലും പിന്നെയും അവരിത് ഇനേബിൾ ചെയ്തുകൊണ്ടിരിക്കും. അവർ പുറത്ത് വന്നിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ ഇത് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനോ ഇൻഡിവിജ്വലായിട്ടൊരു തെറാപ്പി എടുത്ത ശേഷം എനിക്കും ഇതിനോട് വർഷങ്ങളായിട്ടുള്ള അബ്യൂസ് നേരിട്ടത് കൊണ്ട് എനിക്കും അതിൻ്റെ പാറ്റേൺസ് ഉണ്ടായിരിക്കാം എന്നുള്ളൊരു സെൽഫ് അക്സെപ്റ്റൻസും ഇൻട്രോസ്പെക്റ്റ് ചെയ്യാനുള്ള കഴിവും ഒന്നുമില്ലാതെ ഇരിക്കുന്നൊരവസ്ഥ കാരണം അവരിത് ഇനേബിളേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാനും ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കാനും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ സെൽഫ് സബോട്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ആ ഒരു കാര്യം, നമ്മൾ പിന്നെയും വിക്ടിമായി നിലനിന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യവും ഇനേബിളിങ് എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനേബിളർ എന്ന് പറയുന്നത് എപ്പോഴും ചുറ്റുമുള്ള ആൾക്കാർ തന്നെ ആവണമെന്നില്ല, നിങ്ങൾ സ്വയം തന്നെ ഇനേബിളറായിട്ട് വർഷങ്ങളായിട്ട് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഉള്ളതുകൊണ്ട് കാരണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം പോലെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഈ ഒരു ട്രോമ ബോണ്ടിങ് പോലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ആളുമായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഓവർകം ചെയ്ത് വരാനുള്ള തോട്ട് നിങ്ങൾക്ക് വരണമെന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ ഇനേബിളേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ നാർസിസ്റ്റിക് പാരൻസിനൊന്നും യാതൊരു കുറവും ഇല്ലാത്ത സ്ഥലങ്ങളാണ് മിക്കവാറും. മോസ്റ്റ് ഓഫ് ദ പാരൻസും നാർസിസ്റ്റിക് ട്രീറ്റ്സും ബിഹേവിയേഴ്സും ഒക്കെ വെച്ച് പുലർത്തുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം, ഒട്ടും കുറവില്ല, ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാരൻസിനോട് ഈ നാർസിസ്റ്റിൻ്റെ ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, നിങ്ങളുടെ ഹസ്ബൻഡായിട്ടുള്ള നാർസിസ്റ്റിൻ്റെ ആണ്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ, ആ നാർസിസ്റ്റിൻ്റെ ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്ക്യൂസസ് ആയിരിക്കും കേൾക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അവൻ്റെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് അവൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അവന് പണ്ട് അങ്ങനത്തെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഞ്ഞിലെ അവൻ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടാണ് അങ്ങനെയുള്ള ബിഹേവിയർ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നിരന്തരം ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടാവും. പലപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്കുണ്ടായ അബ്യൂസുകൾ, വളരെയധികം നിങ്ങളെ ടോർച്ചർ ചെയ്തല്ല ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്ത കാര്യങ്ങൾ പോലും ഇവരോട് ചെന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് എതിരെ വിക്ടിം ബ്ലെയിമിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മെയിനായിട്ടും നാർസിസ്റ്റിക് പാറ്റേൺസ് നിങ്ങളുടെ പാരൻസിലും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി അവർ ഇനേബിളേഴ്സ് തന്നെ ആയിരിക്കും നാർസിസിസ്റ്റിൻ്റെ. കാരണം ഇത് പുറത്തറിയില്ല. ഇപ്പം വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലായ കാര്യവും എൻ്റെ സുഹൃത്തുക്കൾ വഴിയും അറിയാൻ പറ്റിയൊരു കാര്യവും ഇതിനെപ്പറ്റി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്, ഒരുപാട് ഇതുപോലെ നാർസിസ്റ്റിക് ബിഹേവിയേഴ്സ് ഉള്ള ഫാമിലീസിൽ ഇതുപോലെ ആൾക്കാർ ഉണ്ട്. ഹൈലി നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ ഒരു പക്ഷേ അച്ഛനായിരിക്കാം, ഒരു പക്ഷേ ഭർത്താവായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ അമ്മയായിരിക്കാം, ഒരു പക്ഷേ അവിടെ ഒരു സ്ത്രീ ആയിരിക്കാം. ഇത്തരത്തിലുള്ള ഒരുപാട് കേസസ് നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഭൂരിഭാഗവും ഇതുപോലെ വീട്ടിൽ പറഞ്ഞാൽ പലപ്പോഴും ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങൾ അവർ അതിനകത്തുണ്ട്. ഈ വളരെ സെക്ഷുവലി സ്വന്തം മകളെ പോലും അബ്യൂസ് ചെയ്ത പാരൻ്റ് പോലും
ഒരു ഹൈലി നാർക്കായിട്ടുള്ള ഒരു പാരൻറ്റ് പോലും സേഫായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, സേഫായിട്ടിരിക്കുന്ന ഫാമിലികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. പലപ്പോഴും എന്നോട് കുറച്ച് പേര് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളും അവർ പറയാതിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ള കുറച്ച് പേരുണ്ട് ഈ ചാനലിൽ നിന്നും. അപ്പോൾ എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് പലപ്പോഴും എനിക്ക് ക്യാമറയിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവരുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയാം ഇത് കാണുന്ന. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനേബിളേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ളത്. ആരൊക്കെയാണ് ഇത് ഇനേബിൾ ചെയ്യുന്ന വരെ കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നുള്ളത്. ഈ ഇനേബിളിംഗ് എന്ന് പറയുന്നത് ഈ കോൺസിക്വൻസസ് പലപ്പോഴും ഇനേബിളറിനും നാർസിസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്ന ആൾ ഇനേബിളറായിട്ടിരിക്കുന്നെങ്കിൽ അയാൾക്കും ഈ ഇനേബിളിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും പലപ്പോഴും, ഇതിൻ്റെ ഒരു ഇനേബിളിങ്ങിൻ്റെ ഇമ്പാക്റ്റ് കാരണം. അതിൽ പെർപെച്വേറ്റിംഗ് അബ്യൂസ് എന്ന് പറയുന്ന അതിലൊരു ഉദാഹരണമാണ് ബെസ്റ്റായിട്ടുള്ളത്. അപ്പോൾ അതായത് എപ്പോഴും നാർസിസിസ്റ്റിനെ എക്സ്ക്യൂസ് ചെയ്യുന്ന ഇയാൾ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, കൊച്ചിലെ അവന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഹാംഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ എപ്പോഴും ഈ പറയുന്ന പോലെ എക്സ്ക്യൂസസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഒരു ഫാമിലിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കാരണമാവും. എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ഓരോ ദിവസവും നിങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റ്, ഈ ഇനേബിളേഴ്സായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളും ഒരു ഇനേബിളറായിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാതെ നിൽക്കുകയാണെങ്കിൽ ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്സ് അത് നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് വരികയും എന്നിട്ട് പോലും ഇതിലൊരു ആക്ഷൻ എടുക്കാതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരുണ്ട്. അത്രയും ഡാമേജിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് നമ്മുടെ നാട്ടിലിവിടെ ഇപ്പോൾ ഉള്ളത് കറൻ്റ്ലി. പിന്നെ ഇത് അനുഭവിക്കാത്ത ആൾക്കാരും ഇതിനെപ്പറ്റി യാതൊരു അറിവും ഇല്ലാത്ത ആൾക്കാരും ഇതേ രീതിയിൽ തന്നെ ഇനേബിളേഴ്സാണ്. അവരും ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവരുടെ ഫാമിലിയിൽ ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടായെന്ന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചെറിയ രീതിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണെങ്കിൽ പോലും. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതാണെന്നുള്ള രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അവരും ഈ തരത്തിൽ വളരെയധികം നാർസിസ്റ്റുകൾക്ക് വളം വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നാർസിസ്റ്റുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതൊക്കെ ഒരു സപ്ലൈ ആയിട്ടങ്ങ് എടുക്കും. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് സപ്ലൈ ആണ്. അവർ പിന്നെയും ആ ബിഹേവിയേഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതിൽ ഒരു ചേഞ്ചും വരുത്തില്ല. അയാൾക്ക് കൂടുതൽ റീഅഷ്വറൻസും റീഇൻഫോഴ്സ്മെൻറ്റും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ചെയ്യുന്ന ബിഹേവിയേഴ്സ് നോർമലാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അയാൾ പിന്നെയും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ അതിലുള്ള വിഷ്യസ് ആയിട്ടുള്ള രീതിയിൽ ആ നാർസിസിസ്റ്റിക് അബ്യൂസ് മാറാനും നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലേക്ക് അതെത്താനും കാരണമാകുന്നു. ഇപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ പോയി നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരോട് പറയുന്നു, വീട്ടുകാരെല്ലാവരും അറിയുന്നു. അപ്പോൾ ഒരു എന്താ പറയുക കമ്മ്യൂണലായിട്ടുള്ളൊരു ഇടപെടൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു. ബാക്കി നാട്ടുകാരൊക്കെ വന്ന് ഇടപെട്ട്, അല്ലെങ്കിൽ ഒരു സഭയിലുള്ള ആൾക്കാർ വന്ന് ഇടപെട്ട്, അല്ലെങ്കിൽ ഒരു റിലീജിയൻ മതമായിട്ട് റിലേറ്റഡ് ആയിട്ട് മതപരമായിട്ടുള്ള ഒരാൾ വന്ന് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോഴും അപ്പോഴും ഈ നാർസിസ്റ്റിന് അനുകൂലമായിട്ടായിരിക്കും, വേട്ടക്കാരന് അനുകൂലമായിട്ടായിരിക്കും സമൂഹവും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്മിയർ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ വന്നിട്ട് അത് ഇനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും നാർസിസ്റ്റിന് അത് സപ്ലൈ ആവുകയാണ് ആ കാര്യങ്ങൾ. അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളും, സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ തരത്തിലുള്ള നാർസിസ്റ്റിൻ്റെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തിടുമ്പോൾ, നാർസിസം എന്നുള്ള രീതിയിലല്ലാതെ ഇവരുടെ ടോക്സിക് ബിഹേവിയേഴ്സ് ഇടുമ്പോൾ അവിടെ വരുന്ന കമൻറ്റുകളും അവിടെ ഈ നാർസിസ്റ്റുകളെ, ഈ ഒരു പെർപെട്രേറ്ററിനെ, വേട്ടക്കാരനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ നാർസിസ്റ്റിന് സപ്ലൈ ആയി മാറുകയാണ്. അപ്പോൾ ഈ ട്രഡീഷണലായിട്ടുള്ള ഈ മസ്കുലിനായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പുലർത്തുന്ന ഈ മെജോറിറ്റി ഓഫ് ആൺകുട്ടികളിലാണ് ഈ നാർസിസം കൂടുതലായിട്ട് കാണുന്നത് എന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. ഗ്രാൻഡ്യൂസിറ്റി, മസ്കുലിനിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ആൽഫ മെയിൽ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആണുങ്ങളിലാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാർസിസം ആണുങ്ങളിൽ തഴച്ചു വളരുന്നത്. അവർക്ക് ഈ പ്രിവിലേജുകൾ കിട്ടുന്നതും, അവർക്ക് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിവിലേജുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, അവർക്ക് സമൂഹത്തിനിടയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, വീട്ടിൽ തന്നെ അവരൊരു പെഡസ്ട്രിയിൽ ഇരുത്തിയിരിക്കുകയാണ്, ഒരു ആണെന്ന് പറയുന്ന ഒരു സിംഹാസനത്തിൽ, ആണെന്ന് പറയുന്ന ഒരു കാരണവർ പൊസിഷനിൽ അവർ ഇരുത്തിക്കുകയാണെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ അവിടെ തഴച്ച് വളരും. അയാളുടെ നാർസിസ്റ്റിക് ബിഹേവിയേഴ്സും
വളരെ വിഷ്യസായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനേബിളേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഈ ചെയ്യുന്ന കാര്യം വളരെ വലിയൊരു ക്രൂരതയാണ്. നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരാൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അയാളുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അവരെ ഇങ്ങനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഭാര്യ അയാളെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇമോഷണലി ഫിസിക്കലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അയാൾ തെളിവ് സഹിതം നിങ്ങളുടെ അടുത്ത് നിന്ന് പറയുകയാണ്, ദാ എന്നോട് ചെയ്ത എൻ്റെ ശരീരത്തിലെ പാടുകൾ നോക്കൂ, ഇത് അയാൾക്ക് ചെയ്താണ്, ദാ ഈ എൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് നോക്കൂ, ചാറ്റ് നോക്കൂ, ഇവർ ചെയ്തതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്, എന്നെ ഉപദ്രവിച്ചതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്, എനിക്ക് കോടതിയിൽ പോകണം, എനിക്കിതിൽ നിന്നും പുറത്ത് വരണം, എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ ഇതൊക്കെ നോർമലൈസ് ചെയ്ത് നിങ്ങളെ അവിടെ തന്നെ ഇരുത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വലിയ ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇനേബിളിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു എന്താ പറയുക, ഞാൻ അതിനൊരു ക്രൈം എന്ന് തന്നെ വിളിക്കും. കാരണം ഒരു നാർസിസ്റ്റിൻ്റെ, ഒരു ഹൈലി നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ അബ്യൂസ് ഒരാൾ നിരന്തരം ഓൺ എ ഡെയിലി ബേസിസ് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അയാളെ അതിൽ നിന്നും പുറത്തു വരാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ പുറത്തു വരാൻ അനുവദിക്കാതെ അതിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇത് നോർമലാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ കുറ്റം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ലായ്മ എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല, ഒരിക്കലും അതൊരു എക്സ്ക്യൂസ് അല്ല. അറിവില്ലായ്മ ഒരിക്കലും ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കാൻ പാടില്ല. കാരണം നമുക്കൊരു നിയമപരമായിട്ടുള്ള അറിവില്ല, നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള അവയർനെസ് നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റാരും പറഞ്ഞ് നമുക്ക് അറിയില്ല എന്നെങ്കിൽ അങ്ങനെ ഇരുന്നാൽ പോലും ഒരു തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് മിനിമം ഒരു റിക്വയർമെൻറ്റാണ്. മറ്റൊരാളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അയാൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു അറിവ് നമുക്കുണ്ടാവുകയും അത് അനുഭവിച്ച ഒരാളെ അയാളുടെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ് എന്നുള്ളത്, അത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അതിന് നിങ്ങൾക്ക് വേറൊരാളുടെ തലയിൽ കൊണ്ട് വെച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ മായ്ക്കാനാവാത്തൊരു കളങ്കമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്ന ആൾ സ്വയം ഒരു ഇനേബിളറായിട്ട് മാറുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള കേസുകളൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ആൾക്കാർ സ്വയം വിചാരിക്കുന്നത് ഞാൻ കാരണമാണ് ഇയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ എന്നോട് അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള എക്സ്ക്യൂസസ് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ തരത്തിലും നിങ്ങൾ സ്വയം നാർസിസ്റ്റിക് വിക്ടിമായിട്ടുള്ള നിങ്ങൾ തന്നെ ഇയാളെ ഇനേബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതിനോടൊപ്പം തന്നെ ഈ ഓവർ ഗിവിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയും കൂടെ അവർ ചെയ്യും. അവർ ഈ പറയുന്ന പോലെ അവരുടെ സ്വന്തം എക്സ്പെൻസിൽ സ്വന്തം ശരീരവും സ്വന്തം ആരോഗ്യവും സ്വന്തം വെൽബീയിങ്ങും നോക്കാതെ ഈ നാർസിസ്റ്റിക് ആയിട്ട് അയാളെ ഇങ്ങനെ അടിക്കാനും ഇങ്ങനെ നിന്നു കൊടുക്കുക എന്നുള്ളത്. എന്നെ അടിക്കണേ അടിച്ചോട്ടെ, ഇത് ഇടിച്ചോ, 30 ഇടി ഇടിച്ചോ, 40 ഇടി ഇടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ ഇടിച്ചോ, എല്ലാ ദിവസവും ഇടിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുക. എന്നിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുക ബാക്കിയുള്ളവരോട്, ഞാൻ എന്തുമാത്രം ത്യാഗമാണ് ഞാൻ സഹിക്കുന്നത്, നിങ്ങളെയൊക്കെ ഇത്രയല്ലേ സഹിക്കുന്നുള്ളൂ, ഞാൻ ഓരോ ദിവസവും ഇത്രയാണ് സഹിക്കുന്നത് എന്നൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരു ഇനേബിളിങ് ആയിട്ടുള്ളൊരു കാര്യം. അതിനകത്ത് എനിക്ക് എപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിത് പറയുന്ന ആൾക്കാരെ നിരന്തരം കാണാറും കേൾക്കാറും ഉള്ളതാണ് ഈ ചാനലിൽ കൂടെയും അല്ലാതെയും. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ആക്ഷൻസിൻ്റെയും നിങ്ങളുടെ ബിഹേവിയേഴ്സിൻ്റെയും നിങ്ങളുടെ തീരുമാനങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങൾ ഇതിൽ നിന്ന് മാറി വരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ്, നിങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആകെ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ, ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഡ്രീം ചെയ്തിരുന്ന കാര്യങ്ങളും ഒക്കെ അച്ചീവ് ചെയ്യാനും അതിലേക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാനുമൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും കാലം നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞു. നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ അബ്യൂസുകൾ, ഇമോഷണൽ അബ്യൂസും ഡൊമസ്റ്റിക് അബ്യൂസുകൾ തുറന്നു കാട്ടിക്കൊണ്ട്, മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് മാതൃകയായി നിയമപരമായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് സമാധാനം കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമാണത്. പലപ്പോഴും ചുറ്റുമുള്ള ഇനേബിളേഴ്സ് കാരണം നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കാം. പിന്നെ സെൽഫ് എസ്റ്റീം വളരെ കുറവായതുകൊണ്ട്
നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുക. ഒരു ഇതുപോലെ ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു തെറാപ്പിസ്റ്റിനെ ഹെൽപ്പ് എടുക്കുക. ഒരു തെറാപ്പിസ്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ്, ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷൻസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ നിന്നും കൃത്യമായിട്ട് പുറത്ത് വരേണ്ടതെന്നുള്ളത് അവർ നിങ്ങൾക്ക് അഡ്വൈസ് തരും, നിങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരാളുടെ ബാക്കിംഗ് ഉള്ളത് എപ്പോഴും വളരെയധികം നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ടെലിമെഡിസിൻ പോലുള്ള സർവീസുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് വീഡിയോ കോൾ, ഓഡിയോ കോൾ ഒക്കെ ചെയ്യുന്ന സർവീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് പുറത്ത് വരാൻ പറ്റുന്നതാണ്. എൻ്റെ കയ്യിൽ തന്നെ അതിന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന റിസോഴ്സസ് ഉണ്ട്. തെറാപ്പിസ്റ്റിൻ്റെ നമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് തരാൻ പറ്റും. അപ്പോൾ ബേസിക്കായിട്ട് ആ ഒരു സ്റ്റെപ്പ് ആദ്യം എടുത്ത ശേഷം ബാക്കിയുള്ള സ്റ്റെപ്പ് നമുക്ക് എടുക്കാമല്ലോ. ഇത് വളരെ ചാലഞ്ചിങ് ആയിരിക്കും അത് ബ്രേക്ക് ഫ്രീ ചെയ്യുക എന്നുള്ളതും, ആ ഒരു സൈക്കിളിൽ നിന്ന് മാറി വരിക എന്നുള്ളതും. പക്ഷേ അത് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും അറിഞ്ഞിരിക്കണം. അതിന് നിങ്ങളിതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇത് എന്താ പറയുക, മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരോടും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങളെ കേട്ടിരിക്കുന്ന വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് നിങ്ങൾ കൂടുതൽ വരികയും, സൗഹൃദങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ വരികയും ചെയ്താൽ മാത്രമേ ഇങ്ങനെയും മനുഷ്യരുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇങ്ങനെയൊരു ലോകമുണ്ട്, അപ്പോൾ ഇത്രയും പീസ്ഫുള്ളായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ, അതിൽ നിന്ന് മാറി വന്നിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ഞാൻ സ്വയം ഇതിൽ നിന്ന് മാറി വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ വളരെ ബെറ്ററായിട്ടുള്ളൊരു ജീവിതമുണ്ട് ഈ ഒരു അറ്റാച്ച്മെൻറ്റുകളിൽ നിൽക്കാതെ, ഈ ഒരു അബ്യൂസുകളിൽ നിൽക്കാതെ എന്നുള്ളത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ആളും കൂടെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു വരാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന ഹെൽപ്പ് ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുക, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്കറിയാമല്ലോ, ഫ്യൂച്ചറിലും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, കൂടുതൽ വീഡിയോസ്. അപ്പോൾ അത്തരം വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഒരു യാത്രയിൽ മുമ്പോട്ട് പോകാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം, സൊല്യൂഷനെ പറ്റി സംസാരിക്കാം. വളരെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള, ഒരു ബെറ്ററായിട്ടുള്ള, കമ്പാരിറ്റീവ്ലി സമാധാനം നൽകുന്നൊരു ജീവിതം നമുക്ക് കരുപ്പിടിപ്പിക്കാം. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരെ ബൈ.